നീ എപ്പോഴെങ്കിലും പുറത്തോട്ടൊക്കെ സാറേ, നിന്നെ പൂളെന്ന് പറഞ്ഞാൽ പൂളിയിരിക്കും. പിന്നെ ആ വീഡിയോ എടുക്കുന്ന അവനെ ഞാൻ പൂളെന്ന് പറഞ്ഞാൽ പൂളിയിരിക്കും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട് സാറേ. മക്കളെ, അങ്ങനെ 3 മാസം എടുത്ത് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ ഞാൻ തീർത്തിരിക്കുകയാണ്. സാർ നമുക്കിനി 9 ചാപ്റ്ററും കൂടെ ഉണ്ട്. ഇനിയും ആകെ ഉള്ളത് 1 മാസം കൂടിയേ. എങ്ങനെ തീർക്കും? നമുക്ക് ഒരു 3 ചാപ്റ്റർ അസൈൻമെന്റ് എഴുതാം, പിന്നെ ഒരു 3 ചാപ്റ്റർ പ്രൊജക്ട് എഴുതാം, പിന്നത്തെ ഒരു 3 ചാപ്റ്റർ നമുക്ക് ആലോചിക്കാം. ബാക്കി 3 ചാപ്റ്റർ നമുക്ക് പുസ്തകത്തിൽ നിന്ന് വലിച്ചു കയറി കളയാം സാറേ. അതാകുമ്പോൾ അത് പോയി കിട്ടുമല്ലോ. വല്ലതും പറഞ്ഞായിരുന്നോ? ആദ്യ ചാപ്റ്റർ കഴിഞ്ഞ് എക്സാം വേണം. അടുത്ത ആഴ്ച എക്സാം ഉണ്ട് സാറേ. അടുത്ത ആഴ്ച ഗോവിന്ദ സാറിന്റെ പിന്നെ പണി സാറിന്റെ എക്സാം ഉണ്ട്. അടുത്ത ആഴ്ച സമയമില്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, നാളെ അങ്ങ് പരീക്ഷ അങ്ങ്. അവിടെ ഒരു മൂഞ്ചി ഐഡിയ. സാറേ അത് ഗുഡ് ഡിസിഷൻ. നമുക്ക് ചാപ്റ്റർ 2 കൂടി ഇട്ടാലോ? പഠിപ്പിച്ചിട്ട് പോലും ഇല്ല. വിളിക്കുന്ന സുമേഷ് എന്തേ? അവനെ കുറച്ച് ദിവസമായിട്ട് കാണാനില്ലല്ലോ. അന്ന് ഞാൻ മൊബൈൽ പിടിച്ചതിന് ശേഷം അവൻ വന്നിട്ടേ ഇല്ല. അവനെ ക്ലാസ്സിലെങ്ങാനും വന്നാണ്ടല്ലോ, അവനെ ഉരുട്ടി പിറക്കി അടിച്ച് ശരിയാക്കും കേട്ടോ. സാറേ അവൻ പ്രിൻസിപ്പാളിന്റെ റൂമിലുണ്ട്. സാറ് വിളിച്ചിട്ട് അങ്ങോട്ട് പോയി. പ്രിൻസിപ്പാളിന്റെ റൂമിലുണ്ടോ? എന്നാ ഒന്ന് കണ്ടിട്ട് പറഞ്ഞല്ലോ. എന്റെ ഫോണിലാണോ? എന്റെ ഫോണിലാണോ? തരാൻ എന്റെ ഫോണിലാണോ? ക്യാമറ എടുക്കുന്ന ഫോണിലാണോ? എന്റെ ഇതാണോ പ്രിൻസിപ്പൽ സാറേ, പ്രിൻസിപ്പൽ സാറേ. ഇവനെ എന്റെ ഫോൺ എടുത്ത മര്യാദക്ക് നീ എന്റെ ഫോൺ തന്നോ, അല്ലെങ്കിൽ നിന്നെ ആ വെളിയിലെ മാർക്കറ്റിൽ കൊണ്ട് നിന്നെ പച്ചയ്ക്ക് ഞാൻ പൂടും. എനിക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. നീ മര്യാദക്ക് എന്റെ ഫോൺ എടുത്തോ. എറാ ഫോണ്. എടാ എന്റെ പൊന്നും മക്കളെ, എന്റെ ഫോണിൽ നെറ്റില്ലായിരുന്നപ്പോ നിന്റെ ഫോണിലത്തെ ഹോട്ട്സ്പോട്ട് ഒന്ന് ഓൺ ആക്കിയതാടാ. അപ്പോഴാ പ്രിൻസിപ്പൽ സാറ് പറഞ്ഞ് സാറിന് നെറ്റില്ല, അങ്ങോട്ടോ ഒന്ന് ഓൺ ആക്കി കൊടുക്കാൻ. അങ്ങനെ സാറിന് കൊടുത്താടാ. പ്രിൻസിപ്പൽ സാറേ അവന്റെ ഫോണും കൊടുത്തായിരുന്നു. എന്തിനാവശ്യമില്ലാത്ത കശപശക്ക് ഇല്ലടാ മോനെ. പോട്ടെ സാറേ, കൊടുത്തേക്കണേ. എന്റെ പൊന്നു മോനെ, നിന്റെ നെറ്റ് ഭയങ്കര സ്ലോ ആ. നീ ഒരു ഐഫോൺ എടുക്ക്, നല്ലതായിരിക്കും. പക്ഷെ ഇന്നത്തെ നെറ്റ് മൊത്തം തീർന്നേ. എന്നാ ഫോണ്. എന്ത് സാറേ പരി പിടിച്ചോ? സുമേഷിനെ കണ്ടില്ലയോ? അവനെന്തോ പുരസ്കാരം കിട്ടി. അപ്പൊ പ്രിൻസിപ്പാളിനോട് ചർച്ച ചെയ്യുമായിരുന്നു. കുഴപ്പമൊന്നുമില്ല, അവൻ വന്നില്ലെങ്കിലും ഉണ്ടല്ലോ നല്ലപോലെ പഠിക്കുന്നുണ്ട്. മലയാളമാണ് കൂടുതൽ നല്ലതായിട്ട് പഠിക്കുന്നത്. സാറേ ഞാൻ കയറിക്കോട്ടെ. അയ്യോ ഇതാരാ? സുമേഷ് മോനോ? മോൻ ക്ലാസ്സിലൊന്നും കയറൊന്നും വേണ്ട. അതുകൊണ്ട് ഈ വർഷത്തെ ഫുൾ അറ്റൻഡൻസ് മോന് വേണ്ടി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെന്തിനാ കയറുന്നത്? പൊക്കോ. അതെ സാറേ അതൊരു ഇക്വാലിറ്റി അല്ല സാറേ. നിന്റെ ഇടത്തെ കവിളിലെ പല്ല് പോയത് നിനക്ക് ഓർമ്മയുണ്ടോ? സാറിന്റെ ഇഷ്ടം പോലെ ചെയ്തു. സാറേ ഞാൻ നിക്കണോ പോണോ? അയ്യോ നിന്ന് മോന്റെ കാല് കഴിക്കും. അതെന്തിനാ? പരീക്ഷ അറിയിക്കാം. പൊക്കോ. വേണ്ടേ? ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, നാളെ പരീക്ഷ. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ സാർ. നീ എന്നോട് സംസാരിക്കുമ്പോൾ കുറച്ച് സാമൂഹ്യം പാലിക്കണം കേട്ടോ. അന്ന് ഭയങ്കര കഷ്ടമാണ്. കുടുംബ കുട്ടികളൊക്കെ ഉള്ളതാണ്. ഓ ഇയാള് ചാപ്റ്റർ 1 പഠിക്കുക. അതിന് ഇന്റർവെൽ ആയപ്പോഴേ അങ്ങ് പഠിച്ചു തുടങ്ങുക. നോമാൻ ഇത് ഫസ്റ്റ് ചാപ്റ്റർ അല്ല, ഇത് 10th ചാപ്റ്റർ. ഞാൻ ആനുവൽ എക്സാമിന് വേണ്ടി പഠിക്കുക. ഒന്ന് മിണ്ടായിരിക്കുവോ? നീ എന്റെ ചാപ്റ്റർ 1 ഒന്ന് നോക്കിക്കാടാ. ഇങ്ങോട്ട് എന്തെങ്കിലും ബന്ധമുണ്ട്? എടി പരീക്ഷയ്ക്ക് എങ്ങനെ? നിന്റെ നല്ല ഐഡിയാസ് കാണുമല്ലോ. ഒരു കാര്യം ചെയ്യാം. അര ചാപ്റ്റർ ഞാൻ പഠിക്കാം, അര ചാപ്റ്റർ നീ പഠിക്കും. അത് നല്ല ഐഡിയ. മീൻ പരീക്ഷ അല്ലാത്തതുകൊണ്ട് എൻ്റെ പുസ്തകത്തിൽ നിന്ന് തുണ്ട് വെട്ടാൻ പറ്റത്തില്ല. തുണ്ട് വെട്ടി ഞാൻ അന്ന് പഠിക്കും. ഇപ്പം ഞാൻ എന്തോ ചെയ്യും? പരീക്ഷ എഴുതിയില്ലെങ്കിൽ ആ കാലിൽ എന്നെ വെച്ച് പൊട്ടിക്കുകയും ചെയ്യും. എക്സ്ക്യൂസ് മീ ധനഞ്ജയൻ. യെസ്, താങ്കളെ പ്രിൻസിപ്പൽ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറയാൻ മറന്നു പോയതാണ്. എന്നെയോ? ഓക്കെ, ഞാൻ പോയിട്ട് വരാം. പോയിട്ട്. സാർ എന്നെ പ്രിൻസിപ്പൾ ഒന്നും വിളിച്ചില്ല. അയ്യോ സോറി, നിന്നെ എല്ലാരും വിളിച്ചത്. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഓർത്തത്. സോറി. ഉള്ള ടൈം പോയി പഠിക്കാനുള്ള. ഇതെന്താണ്? നോട്ട്ബുക്ക്. എന്താ പറ്റി? എലി കരണ്ടാന്ന് തോന്നുന്നു. കാണുമ്പോൾ തന്നെ അറിയാം. ഞാൻ പോയപ്പോ ഇവിടെ എലിയൊന്നും ഇല്ലായിരുന്നല്ലോ. എന്റെ പൊന്നുമോനെ, ഇതിന്റെ അകത്ത് നീ പഞ്ചസാരയൊക്കെ വാരി ഇടാറുണ്ടോ? കറക്റ്റ് തന്റെ സ്ക്വയർ ആയിട്ടാ വെട്ടി വെച്ചേക്കുന്നത്. നോക്ക, കറക്റ്റ് ഡിസൈൻ വെട്ടുന്ന എലിയാ. നോട്ട്ബുക്ക് എക്സാം പോയി. അല്ല പേടിക്കണ്ട, എന്നോട് ചോദിച്ചാൽ മതി. ഞാൻ പറഞ്ഞു തരാം. പരീക്ഷിക്കല്ല, ഞാൻ പഠിക്കുന്നു. തേങ്ങ അറിയാം. അപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയല്ലോ. അപ്പൊ എഴുതി തുടങ്ങിക്കോ. പിന്നെ മിമ്മിനി, നിന്റെ പഴയ ഉടായ്പൂടെ നടക്കത്തില്ല കേട്ടോ. പകുതി പഠിച്ചോണ്ട് വരുന്ന കാര്യം ഫുള്ളും പഠിച്ചാലേ ആ ചാപ്റ്റർ മനസ്സിലാകത്തുള്ളൂ. കണ്ടിന്യൂഷനാ.
അവിടെ ഒരു ഒടുക്കത്തെ ഐഡിയ. പിന്നെയും ഇത് ടെക്സ്റ്റ് എന്തിന്റെയാ? സാർ ഇത് ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ആണ്. ഓക്കെ കെമിസ്ട്രിയുടെ പരീക്ഷയാ. അറിയാം സാർ. ധനഞ്ജയൻ ടെക്സ്റ്റ് ഞാൻ. ഓ മൈ ഗോഡ്, കെമിസ്ട്രിയുടെ നോട്ട് ഇംഗ്ലീഷ് ടെസ്റ്റിനകത്ത് എഴുതിക്കൊണ്ട് വന്നേക്കുമല്ലോ. ആരും അറിയത്തില്ലെന്ന് വിചാരമല്ലോ. ഐ ആം നോട്ട് എക്സ്പെക്ടിങ് യു ഫ്രം ധനഞ്ജയൻ. ഐ ആം നോട്ട് എക്സ്പെക്ടിങ് ഫ്രം യു. അറ്റ്ലീസ്റ്റ് നീ ഒരു റാങ്ക് ഹോൾഡർ അല്ലേ, നീ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ധനഞ്ജയൻ പാടുണ്ടോ? ധനഞ്ജയൻ പാടുണ്ടോ? ഇങ്ങനെയൊക്കെയാണോ പഠിക്കേണ്ടത്? സോറി സാർ, അറിഞ്ഞില്ല സാർ ഈ ബുക്കിനകത്ത് നോട്ടുണ്ടെന്ന്. സാർ ക്ഷമിക്കണം സാർ. ഓക്കെ ധനഞ്ജയൻ, ഇത്തവണത്തേക്ക് ക്ഷമിച്ചിരിക്കുന്നു. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ. എന്റെ കയ്യില് നല്ലൊരു ഐഡിയ ഉണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ അതേപോലെ എഴുതി വെക്കാനായിരിക്കും ഇല്ലേ? ആ എങ്ങനെ മനസ്സിലായി? എടി മണ്ടി, അത് തന്നെ അടി ഞാൻ എഴുതി വെച്ചേക്കുന്നത്. അത് നോക്കിയാ നീ വെച്ച് അടിക്കുന്ന. എന്നാ വെച്ച് അടി. രാഹുലെ ഒരു പേപ്പർ കടന്നു സാറ് കാണാതെ. പണ്ട് ഇയാള് പ്രൊപ്പോസൽ ചെയ്തപ്പം ആട്ടിയതൊന്നും മനസ്സിൽ വെക്കല്ലേ. ഒരു പേപ്പർ തരുമോ? തരാനൊന്നും പറ്റത്തില്ല, വേണമെങ്കിൽ നോക്കി എഴുതിക്കോ. കണ്ടുകൂടി എന്റെ ഐഡിയ. മതിയോ? സാറ് നോക്കുന്നുണ്ട്, അടയാളപ്പെടുത്ത് കറക്റ്റ് അതുവരെ. ഓക്കെ. കണ്ടോടി അവന്റെ അച്ഛനെ വരച്ചിട്ട് എല്ലാം അടയാളപ്പെടുത്തി എനിക്കങ്ങ് കാണിച്ചു. അവനെ വെട്ടി മൂടാൻ. എക്സ്ക്യൂസ് മീ, അതിഞ്ച് നോക്കി എഴുതാൻ വേണോ? നോ മാൻ, ഞാൻ പ്യൂർ വെജ് ആണ്. യെസ്, 5 മാർക്ക് ഞാൻ ഉറപ്പിച്ചു. ടൈം അപ്പ്, ടൈം അപ്പ്. സമയം കഴിഞ്ഞു. പേപ്പർ എല്ലാവരും തന്നേ. എക്സ്ക്യൂസ് മീ ധനഞ്ജയൻ, താങ്കളുടെ എലി കരണ്ടുകൊണ്ട് പോയ പേപ്പറാണ്. വഴി വെച്ച് എലി കണ്ടപ്പോൾ എൻ്റെ തന്നിട്ട് പോയത്. Oh my God, my paper. ഇനി പഞ്ചസാര വാരി ബുക്കിനിടയ്ക്കകത്തില്ല. പിന്നെ ധനഞ്ജയൻ ഒരു കാര്യം ശ്രദ്ധിക്കണം, ബുക്കിൽ എഴുതുമ്പോൾ ഇമ്പന്തം പറഞ്ഞ് എഴുതി വെക്കണം. ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എലി അധികം കരണ്ടുകൊണ്ട് പോത്തില്ല. മൂടാനെ കൊണ്ടൊന്നും ചോദിച്ചതില്ല. സാർ അന്ന് യൂണിറ്റ് ടെസ്റ്റ് ഇട്ടില്ലയോ? അന്നത്തെ പേപ്പർ മിക്കവാറും ഇന്ന് തരാൻ സാധ്യതയുണ്ട്. സാറിന്റെ ടേബിളിൽ ഇത്രയും ഒരടുക്ക് പേപ്പർ ആയിരിക്കുന്നത്. അയ്യോ അയ്യോ, എനിക്ക് തലവേദനയാണ്. അയ്യോ, ആരും എന്നെ തിരക്കല്ലേ. അങ്ങനെയുണ്ടല്ലോ, മൂട്ടക്കാട്ടൊരു ചൂരലും കൊണ്ടാ വരുന്നത്. അങ്ങനെ മിക്കവാറും അടിച്ച് പൊട്ടിക്കും, ഉറപ്പാ. എടാ ഇങ്ങനെ മോങ്ങല്ലേ, എൻ്റെ ഒരു ഐഡിയ ഉണ്ട്. എൻ്റെ നല്ല സൂപ്പർ കുരുമുളകുണ്ട്. പേപ്പറല്ല, കുരുമുളക്. ഇതെടുത്ത് വായിലിട്ടാ മതി, അടി കൊള്ളുമ്പോ അറിയത്തില്ല. ഇത് നോക്കിയിരുന്നിട്ട് കാര്യമില്ല, എന്തായാലും അടി ഉറപ്പാ. കണ്ണു ചുവക്കാണ്, പല്ല് കടിക്കണം, മുഷ്ടി ചുരട്ടണം, ആകെ വിയർക്കണം. സാർ പേപ്പർ. പേപ്പറോ? എന്ത് പേപ്പർ? ഇതപ്പുറത്തെ പിള്ളേർ അസൈൻമെന്റ് പേപ്പറാ. എന്തേ? അല്ല സാറേ, അപ്പൊ ഞങ്ങളുടെ എക്സാമിന്റെ പേപ്പറാ. ആ എക്സാമിന്റെ പേപ്പർ. അയ്യോ, നോക്കി കഴിഞ്ഞില്ല ഞാൻ കേട്ടോ. പിന്നെ അടുത്ത ആഴ്ച മെയിൻ എക്സാം തുടങ്ങുമല്ലോ. പിന്നെ ഇനി നമ്മൾ എന്തിനാ പേപ്പർ നോക്കുന്നത്? മെയിൻ എക്സാം അത് കൃത്യമായിരിക്കണം. ചങ്കിനകത്ത് താളമൊട്ടിക്കണ്ട്, തകിട തകിട മേളം. എല്ലാം കൂടെ എടുത്ത് കമത്താൻ പറഞ്ഞോടാ കാല.